അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ടി സിദ്ദിഖ് MLA നമ്മോടൊപ്പം വീണ്ടും ചേരുകയാണ്. സാർ, താങ്കൾ തിരക്കിലാണെന്നറിയാം, ബുദ്ധിമുട്ടിക്കുകയല്ല. പക്ഷേ അവിടുത്തെ ഒരു ഗുരുതര സാഹചര്യം നമുക്ക് അറിയേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് ഇപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നുണ്ടോ? വെള്ളാർമലയിലേക്ക് ദൃശ്യങ്ങൾ നമ്മളെ പേടിപ്പിക്കുന്നതാണ്. ഒരു സ്കൂൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിൽ നിൽക്കുകയാണ്. വെള്ളാർമലയിൽ നിങ്ങളോട് എന്ത് പറയണമെന്നുള്ളത് എനിക്കറിയില്ല. വെള്ളാർമലയിലെ സ്കൂൾ പരിസരത്താണ് ഞാനുള്ളത്. 3 ബോഡി ഇവിടുന്ന് റിക്കവർ ചെയ്തു. ഇവിടെ മുഴുവൻ നേരെ ഭാഗത്ത്, മുണ്ടകൈ ഭാഗത്ത് ഈ പുഴയിൽ നിന്ന് വന്നതായിരിക്കുന്ന വൻ മരങ്ങളും കാര്യങ്ങളും ഇവിടെ ലോഡ് കണക്കിന്, ടൺ കണക്കിന് കൂടിക്കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നിന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് 3 ബോഡി കിട്ടിയിരിക്കുന്നത്. ഇനിയും എന്തൊക്കെ സംഭവം എന്നുള്ളത് അറിയില്ല. പാലം സമ്പൂർണ്ണമായി തകർന്നതുകൊണ്ട് വൻ ഒഴുക്കോടുകൂടിയാണ് നടന്നിരിക്കുന്നത്. പുഴയിൽ മുഴുവൻ കോൺക്രീറ്റും മറ്റുള്ളതായിരിക്കുന്ന സാധന സാമഗ്രികളും മുഴുവൻ പുഴയിലൂടെയും നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മുണ്ടകൈ ഭാഗത്തേക്ക് പോകാൻ വയ്യാത്തതായിരിക്കുന്ന സാഹചര്യം പാലം തകർന്നത് കൊണ്ടുണ്ട്. അതിന് NDRF ടീമിന്റെ ക്രമീകരണം, കാര്യങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു, റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. റവന്യൂ മന്ത്രി 8 മണിയോടുകൂടി അടിയന്തരമായി അവിടെ നിന്ന് പോന്ന് ഇവിടെ എത്താനുള്ള നടപടി എടുക്കാമെന്ന് പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൈന്യത്തിന്റെ സഹായത്തോടു കൂടി താൽക്കാലിക പാലം ഉണ്ടാക്കി റെസ്ക്യൂ ഓപ്പറേഷൻസിന് മുഴുവൻ നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ, എയർലിഫ്റ്റിംഗ് ഇപ്പോഴത്തെ കാലാവസ്ഥ എയർലിഫ്റ്റിങ്ങിനുള്ള വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കാം എന്നുള്ളതാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എയർലിഫ്റ്റ് ചെയ്ത ആളുകളെ കൊണ്ടുപോകാനുള്ള സംവിധാനം, അതോടൊപ്പം ആശുപത്രികളിലുള്ള ക്രമീകരണം എല്ലാം ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥ ഒരു രീതിയിൽ ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എയർലിഫ്റ്റ് ചെയ്ത് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നടപടികളെടുക്കും. ഈ കുന്നിന്റെ മേലെയും മറ്റു പല സ്ഥലങ്ങളിലും സുരക്ഷിത സ്ഥലത്തും 100 കണക്കിന് ആളുകൾ അഭയം പ്രാപിച്ച് നിൽക്കുന്നതുണ്ട്. അവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കണം. ദയനീയമായ കാഴ്ചയാണ്, വല്ലാതെ വിഷമിപ്പിക്കുന്നത്. സാർ, അത് മനസ്സിലാക്കുന്നു. ഒറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്. ഇത് ഇപ്പോൾ NDRFന്റെ 2 ടീം അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, സൈന്യം വരുന്നു. പക്ഷെ ഇതൊന്നും മതിയാകില്ല അല്ലേ രക്ഷാപ്രവർത്തനത്തിന്? കാരണം എത്ര ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു നിശ്ചയവുമില്ല. സത്യത്തിൽ ഈ വെള്ളാർമല സ്കൂൾ ഇല്ലായിരുന്നുവെങ്കിൽ ചൂരൽമല ചെറിയ ടൗൺ പോലും ഉണ്ടാകുമായിരുന്നില്ല. അത്രയും വലിയ മരങ്ങളാണ് മുഴുവൻ ഇവിടെ കടപുഴകി കിടക്കുന്നത്. ഇത് മുഴുവൻ ഇപ്പോൾ ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അതിനിടയിലാണ് ഓടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പുഴ കര കവിഞ്ഞ് സംഹാര നൃത്തമാടി പുഴ കരകവിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഓരോ സാധനങ്ങളൊക്കെ പോകുന്നു. ശരി, താങ്കൾ ഏതായാലും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ്. തുടരുക.